ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങളെയും ശ്രീമദ് ചൈതന്യ ചരിതാമൃത 11 ക്ലാസ് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും പാതാരബന്ധങ്ങൾ പ്രണമിക്കുന്നു. അതുപോലെ എൻ്റെ ശിക്ഷാഗുരുക്കളുടെയും ദീക്ഷാഗുരുവിൻ്റെ പാതാരബന്ധങ്ങൾ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ജയരാധാമാവത്തിലേക്ക് സ്വാഗതം പ്രവേശിക്കും. जय राधा माधव जय कुंज विहारी, जय राधा माधव जय कुंज विहारी, जय गोपी जन वल्लभ, जय गोपी जन वल्लभ, जय गिरिवरधारी, यशोदनंदन व्रज जन रंजन, यशोदनंदन व्रज जन रंजन, यशोदनंदन व्रज जन रंजन, यशोदनंदन व्रज जन रंजन, यमुना तीरवनचारी, यमुना तीरवनचारी, जय राधा माधव जय कुंज विहारी, जय गोपी जन वल्लभ, जय गिरिवरधारी, यशोदनंदन व्रज जन रंजन, यशोदनंदन व्रज जन रंजन, यशोदनंदन व्रज जन रंजन, यशोदनंदन व्रज जन रंजन, यमुना तीरवनचारी, यमुना तीरवनचारी, जय राधा माधव जय कुंज विहारी, जय राधा माधव जय कुंज विहारी, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, जय गौर हरि बोल, हरि बोल, हरि बोल, जय गौर हरि बोल, जय गौर। जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्तवृंद, जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्तवृंद, जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्तवृंद, जय जय श्री चैतन्य जय नित्यानंद, जय अद्वैत चंद्र जय गौर भक्तवृंद, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे, जय गौर हरि बोल, हरि बोल, हरि बोल, जय गौर हरि बोल, जय गौर। श्रीमद् चैतन्य चरितामृत
ആദി ടൂല അധ്യായം 5 ശ്ലോകം 83 ശ്രീ നിത്യാനന്ദ ബലരാമന്റെ മാഹാത്മ്യം. ആദ്യ അവതാര പുരുഷ പരസ്യ കാല സ്വഭാവ സദമനസ്യ ദിവ്യം വികാരോ ഗുണ ഇന്ദ്രിയാണി വിരാട് സ്വരാട് സ്വസ്നോ ചരിഷ്ണു ആദ്യാവതാര പുരുഷ പരസ്യ കാല സ്വഭാവ സദസന്മനശ്ച ദിവ്യം വികാരോ ഗുണ ഇന്ദ്രിയാണി വിരാട് സ്വരാട് തസ്നോ ചരിഷ്ണു ഭുംന. വർത്തനം പുരുഷൻ മഹാവിഷ്ണു പരമദിവ്യത്വ പുരുഷനായ ഭഗവാന്റെ പ്രഥമ അവതാരമാണ്. കാലം, സ്വഭാവം, പ്രകൃതി, ഹേതുവും ഫലമെന്ന നിലയിൽ മനസ്സ്, പഞ്ചഭൂതങ്ങൾ, വിദ്യാഹങ്കാരം, ത്രിഗുണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, വിശ്വരൂപം, സർവസ്വാതന്ത്ര്യം, ചരാചരങ്ങൾ ഇവയെല്ലാം അവിടുന്ന് ഐശ്വര്യങ്ങളായി പിന്തുടർന്നു വരുന്നു. ശ്ലോകം 83 നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇതില് പുരുഷൻ മഹാവിഷ്ണു പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പ്രഥമ അവതാരമാണ്. കാലം, സ്വഭാവം, പ്രകൃതി, ഹേതുവും ഫലം എന്ന നിലയിൽ മനസ്സ്, പഞ്ചഭൂതങ്ങൾ, വിദ്യാഹം, ത്രിഗുണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, വിശ്വരൂപം, സർവസ്വാതന്ത്ര്യം, ചരാചരങ്ങൾ ഇവയെല്ലാം അവിടുന്ന് ഐശ്വര്യങ്ങൾ പിന്തുടർന്നു വരുന്നു. അപ്പൊ നമ്മള് ഇതില് ശ്രീ നിത്യാനന്ദ ബലരാമന്റെ മാഹാത്മ്യമാണ് പറയുന്നത്. ഇതില് ഭഗവാൻ ഭൗതിക സൃഷ്ടിക്ക് വിഷ്ണു രൂപം കൈക്കൊള്ളുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പുരുഷൻ മഹാവിഷ്ണു എന്ന് പറയുന്നത്. മഹാവിഷ്ണു എന്ന് പറഞ്ഞ കാരണോദയ വിഷ്ണുവാണ്. കാരണോദയ വിഷ്ണുവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടിയാണ് അദ്ദേഹത്തിന്റെ, അതായത് ലോക സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണോദയ വിഷ്ണു. അതിനുശേഷം പ്രപഞ്ച സൃഷ്ടിയിൽ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗർഭോദായക വിഷ്ണു. അതാണ് രണ്ടാമത്തെ വിഷ്ണുവിന്റെ വിസ്താരം. അതിനുശേഷം ചരാചരങ്ങളെ സൃഷ്ടിച്ചു, അതിൽ പരമാത്മാ രൂപത്തിൽ, അതാണ് ക്ഷീരോദായക വിഷ്ണു. അങ്ങനെ ഈ 3 വിഷ്ണു രൂപങ്ങളിൽ കൂടിയാണ് ഭൗതിക സൃഷ്ടി നടത്തുന്നത്. അപ്പൊ ഇതില് ഈ മഹാവിഷ്ണു നമ്മൾ സാധാരണ പറയുന്നത് ആക്ച്വലി കാരണോദായക വിഷ്ണുവാണ്. ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ചതുർവ്യൂഹം അത് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. കാരണം ഭഗവാന്റെ ആദ്യത്തെ എക്സ്പാൻഷനാണ് ബലരാം എന്ന് പറയുന്നത്. അത് നമ്മള് ഓ നമോ ഭഗവതേ തൂക്യം വാസുദേവായ ധീമഹി അനിരുദ്ധായ നാമസംഘർഷണായച്ച ആ 4 ചതുർവ്യൂഹങ്ങളെ പറ്റി നാരദമുനിയും വ്യാസദേവനും പറഞ്ഞിരിക്കുന്നു. ആ ചതുർവ്യൂഹം അതാണ് ശരിക്കുമുള്ള ഭഗവാന്റെ ആദ്യത്തെ പൂർണ്ണ വിസ്താരം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആ സംഘർഷനാണ് അതിൻ്റെയാണ് ശ്രീ നിത്യാനന്ദ ബലരാമ മഹാത്മ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമനോടൊപ്പം അതായത് ലക്ഷ്മണനായിട്ട് വന്ന അതേ ബലരാമൻ തന്നെയാണ് കൃഷ്ണാവതാരത്തിൽ ബലരാമനായിട്ട് വന്നത്. സോ അതേ ബലരാമൻ തന്നെയാണ് കലിയുഗത്തിലെ നിത്യാനന്ദ പ്രഭുവായിട്ട് വന്നത്. ഇത് ശ്രീ നിത്യാനന്ദ ബലരാമന്റെ മഹാത്മ്യം ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ലീലകൾ വർണ്ണിക്കുന്നതാണ്. എങ്ങനെയാണോ നമ്മൾ ശ്രീമദ് ഭാഗവതം ദ്വാപരയുഗത്തിൽ ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്നത്, അതുപോലെ തന്നെയാണ് ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെയും ചരിതങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലീലകൾ വർണ്ണിക്കുന്നതാണ്. ഇന്നത്തെ ഈ അധ്യായം എന്ന് പറയുന്നത് നിത്യാനന്ദ ബലരാമന്റെ മഹാത്മ്യമാണ്. അത് നമ്മള്
ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയോടൊപ്പം നമ്മൾ നിത്യാനന്ദ പ്രഭുവിന്റെയും ലീലകൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് പറയുന്നത് മഹാവിഷ്ണു പരമദിവ്യത്വം വിഷ്ണു ഭഗവാന്റെ പ്രഥമാതാണ് ഫസ്റ്റ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞത്. അതാണ് ഭഗവാന്റെ ബലരാം. അപ്പൊ അതിൽ നിന്നാണ് സംഘർഷൻ അതുണ്ടാകുന്നത്. സംഘർഷനിലാണ്, അതായത് ഭഗവാന്റെ സേവനത്തിൽ എപ്പോഴും ഭഗവാന് മുന്നായിട്ടത് വരുന്നത് നിത്യാനന്ദ പ്രഭുവാണ്. അദ്ദേഹത്തിനെയാണ് നമ്മൾ സംഘർഷൻ എന്ന് പറയുന്നത്. ഭഗവാന്റെ സേവനത്തിന് വേണ്ടി, അതാണ് നമ്മൾ ജഗദ്ഗുരു എന്നൊക്കെ പറയുന്ന ബലരാമൻ തന്നെയാണ്. ആദ്യ നമ്മുടെ ജഗദ്ഗുരു അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എങ്ങനെയാണ് നമുക്ക് ഭഗവാനെ സെർവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് കാട്ടിത്തരുന്നതിന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം വേണം. കാരണം നിത്യാനന്ദ പ്രഭു എന്ന് പറഞ്ഞത് ഭഗവാൻ അത് ചൈതന്യ മഹാപ്രഭു ഭിന്നമല്ല. എങ്ങനെയാണോ ബലരാമൻ ശ്രീകൃഷ്ണൻ ഭിന്നമല്ലാത്ത, അതേപോലെ തന്നെ എങ്ങനെയാണോ രാധാറാണി ഭഗവാൻ കൃഷ്ണൻ ഭിന്നമല്ലാത്ത, അതുപോലെ ഇതെല്ലാം എന്താണ് ഭഗവാന്റെ പൂർണ്ണ വിസ്തരണങ്ങളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞത്. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇത് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതില് അങ്ങനെയുള്ള ഭൗതിക സൃഷ്ടിക്ക് വേണ്ടി ഭഗവാൻ അത് തയ്യാറാകുമ്പോഴാണ് അദ്ദേഹം ആ അവതാരങ്ങൾ കൈക്കൊള്ളുന്നത്. അപ്പൊ ഈ ഭൗതിക സൃഷ്ടിക്കുള്ള അവതാരമാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ മഹാവിഷ്ണു എന്ന് പറയുന്നത്. മഹാവിഷ്ണു നമ്മളത് ശ്രീമദ് ഭാഗവത്തിൽ അതുപോലെ വ്യക്തമായിട്ട് പറയുന്നത് കാരണോദയ വിഷ്ണുവാണ്. അദ്ദേഹം പ്രപഞ്ച സൃഷ്ടി നടത്തുന്നു. അതിനുശേഷം പ്രപഞ്ചത്തിനുള്ളിലെ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്ന വേണ്ടി ക്ഷീരോദായ വിഷ്ണുവിന്റെ ഗർഭത്തിൽ നിന്നാണ് ബ്രഹ്മദേവനെ സൃഷ്ടിക്കുന്നത്. അത് നമ്മൾ ആദ്യം ഭഗവാന്റെ സൃഷ്ടി, അതാണ് സർഗം, ബ്രഹ്മദേവനെ സൃഷ്ടിക്കുന്നു. പിന്നുള്ള സൃഷ്ടിയാണ് ബ്രഹ്മദേവനിൽ കൂടി ഭഗവാൻ ചെയ്യുന്നു, അതാണ് വിസർഗം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അത് ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു മാത്രം. അപ്പൊ ഭഗവാന്റെ രണ്ട് എന്താണ് ഈശ്വരന് ഈ സൃഷ്ടിക്ക് വരുമ്പോൾ അതിന്റെ മൂലമായിട്ടുള്ള ഇതാണ് മഹാവിഷ്ണു എന്ന് പറയുന്നത്. ഭൗതിക സൃഷ്ടി, അത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഭൗതിക സൃഷ്ടിക്കുള്ള മൂലാവതാരമാണ് മഹാവിഷ്ണു. അപ്പൊ അതാണ് ഇതിനകത്ത് കൂടുതലായിട്ട് പറയുന്നത്. അല്ല ഇതിനകത്തോടെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ അതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ ഭഗവാൻ സൃഷ്ടിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഭൗതിക ആവിഷ്കാരത്തിന്റെ കാരണമാകുന്ന ഘടക പദാർത്ഥങ്ങൾ ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ചേർന്നെങ്കിലേ ആ ഭൗതിക പദാർത്ഥങ്ങൾ, ഇൻഗ്രീഡിയൻസ് വേണമല്ലോ. നമുക്കൊരു സൃഷ്ടി ചെയ്യുമ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് വേണമല്ലോ. അതാണ് നമ്മൾ മഹത്തത്വം എന്ന് പറയും. അതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ മഹത്തത്വം എന്ന് പറയുന്നത്. മഹത്തത്വത്തിൽ അതിൽ കൂടിയാണ് ഭഗവാൻ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത്. അപ്പൊ ഇതിനുള്ള തയ്യാറെടുപ്പാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ വിസ്തരിക്കുന്നത്. ഭഗവാൻ അത് സ്വരൂപത്തിൽ വരുന്നതാണ് അവതാരം എന്ന് പറയുന്നത്. സ്വരൂപത്തിൽ വരും, പിന്നെ ശക്തി ആവേശ അവതാരത്തിലുണ്ട്. സ്വരൂപത്തിൽ വരുന്നതാണ് വിഷ്ണു രൂപം എന്ന് പറയുന്നത്. കാരണം ആ പൂർണ്ണ ശക്തി അതിലുള്ളത് കൊണ്ടാണ് സ്വരൂപം എന്ന് പറയുന്നത്. അതേ രൂപത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് സ്വരൂപത്തിലാണ് ഭഗവാൻ ഈ സൃഷ്ടിക്ക് വേണ്ടി അവതാരം എടുക്കുന്നത്. ചില സമയങ്ങളിൽ ഭഗവാൻ ആവേശ അവതാരങ്ങളായിട്ട് വരും. ഉദാഹരണമായിട്ട് വാസുദേവൻ അച്ഛൻ ഭഗവാന്റെ വാസുദേവരായിട്ട് വന്നു. അത് ശക്തി ആവേശ അവതാരമാണ്. അതുപോലെ പ്രഭുപാദ്, ഇവരൊക്കെ എന്ന് പറഞ്ഞ ഭഗവാന്റെ ശക്തി ആവേശ അവതാരങ്ങളാണ്. രണ്ട് തരത്തിലുള്ള അവതാരങ്ങളുണ്ട്. ഒന്ന് സ്വരൂപ അവതാരം, രണ്ട് ശക്തി ആവേശ അവതാരം. അത് ഭഗവാൻ തൻ്റെ ഭക്തർക്ക് ശക്തി കൊടുത്ത് ഭൂമിയിൽ അയക്കുന്ന അവതാരങ്ങളുണ്ട്.
അതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഗുരുക്കന്മാര്, അങ്ങനെയുള്ള ആചാര്യന്മാരൊക്കെ ഭഗവാൻ അങ്ങനെ വിടുന്ന ആൾക്കാരാണ്. സ്വരൂപ അവതാരമാണ് വിഷ്ണു അവതാരം എന്ന് പറയുന്ന സ്വരൂപമാണ് പ്രപഞ്ച സൃഷ്ടിക്ക് വരുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് പറയും. ശ്ലോകം 84. ജിഹ്യഹേ പൗരുഷം രൂപം ഭഗവാൻ മഹത് ആദിഭിഃ സംബോധം ഷോഡശകലം ആദോ ലോകസ്യ സൃഷ്ടയ. സൃഷ്ടിയുടെ പ്രാരംഭത്തിൽ ഭഗവാൻ സൃഷ്ടിക്ക് ആവശ്യമായ ദ്രവ്യങ്ങളുടെ അകമ്പടിയോടുകൂടി പുരുഷാവതാരമായി സ്വയം വിസ്തരിച്ചു. ആദ്യം സൃഷ്ടിക്ക് അനുയോജ്യമായ 16 മുഖ്യ ശക്തികളെ സൃഷ്ടിച്ചു. ഭൗതിക പ്രപഞ്ചങ്ങളുടെ ആവിഷ്കാരണത്തിന് വേണ്ടിയായി അദ്ദേഹം ഈ 16 മൂലകങ്ങളെ സൃഷ്ടിച്ചു. അതിന്റെ ഭാവാർത്ഥത്തിൽ ഇത് ശ്രീമദ് ഭാഗവത്തിൽ 1.3.1 എന്ന ശ്ലോകത്തില് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രഭുപാദ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതില് ഈ 16 കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടിക്ക് ആധ്യാത്മിക ഈ സൃഷ്ടിക്കുള്ള കാര്യങ്ങൾ, ഈ 16 ആധ്യാത്മിക ശക്തികൾ ആധ്യാത്മിക ലോകത്തിലുണ്ടെന്ന് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു. ഏതൊക്കെയാണ്? ശ്രീ, ഭൂ, ലീല, കാന്തി, കീർത്തി, തുഷ്ടി, ഗീർ, പുഷ്ടി, സത്യ, ജ്ഞാന, ജയ, ഉത്കർഷണി, വിമല, യോഗമായ, രവി, ഈശസ, അനുഗ്രഹം. ഈ ശക്തികൾ താഴെ കൊടുത്തിരിക്കുന്ന 9 പേരുകളിലും അറിയപ്പെടുന്നു. ലഘു ഭാഗവതാമൃതത്തിന്റെ വ്യാഖ്യാനത്തിൽ ശ്രീ ബലദേവ വിദ്യാഭൂഷൺ പറയും. ഇത് തന്നെ ഈ 16 മൂലകങ്ങളെ 9 മൂലകങ്ങളായിട്ട് ഈ ഭാഗവതാമൃതത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വിമല, ഉത്കർഷണി, ജ്ഞാന, ക്രിയ, യോഗ, പ്രഹി, സത്യ, ഈശാന, അനുഗ്രഹ. ഇത് തന്നെ വീണ്ടും ശ്രീല ജീവഗോസ്വാമി ഭഗവത് സന്ദർഭത്തിൽ 103-ാമത്തെ ശ്ലോകത്തിലും കൊടുത്തിട്ടുണ്ട്. അതിനെ ശ്രീ, പുഷ്ടി, ഗീർ, കാന്തി, കീർത്തി, തുഷ്ടി, ഇള, ജയ, വിദ്യ, മായ, സംവിത്, സന്ദീനി, ആക്ലീതിനി, ഭക്തി, മൂർത്തി, വിമല, യോഗ, പ്രതി, ഈശാന, അനുഗ്രഹ ഈ പേരിലും അറിയപ്പെടുന്നു. അപ്പൊ ഇതിന്റെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ആണ്, സൃഷ്ടിക്കുള്ള ക്രിയേഷനുള്ള ഇൻഗ്രീഡിയൻസിന്റെ ഡീറ്റെയിൽ ആണ് ഇതിനകത്ത് പറയുന്നത്. അതിന് വേറെ ഒന്നും പറയുന്നില്ല ഇതിനകത്ത്. ഇത് 3 വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ ഇത് പ്രതിപാദിക്കുന്നു മാത്രമാണ് പറയുന്നത്. ശ്ലോകം 85. യദ്യപി സർവാശ്രയ സിൻഹോ തൻഹദേ സംസര അന്തരാത്മരൂപേ സിൻഹോ ജഗത അധാര. ഭഗവാൻ എല്ലാറ്റിൻ്റെയും ആശ്രയവും എല്ലാം വിശ്രമിക്കുന്നത് അവിടുന്നതാണെങ്കിലും പരമാത്മാവെന്ന നിലയിൽ അവിടുന്ന് എല്ലാറ്റിൻ്റെയും ആധാരവുമാണ്. വിവർത്തനമൊന്നും കൊടുത്തിട്ടില്ല. അത് ഭഗവാൻ എല്ലാറ്റിൻ്റെയും ആശ്രയമാണ്. നമുക്കറിയാം ശ്രീമദ് ഭാഗവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനാണ്. നമ്മൾ ശ്രീമദ് ഭാഗവതം 10-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. അതായത് ഇതില് പറയുന്നത് ഭഗവാനാണ്, ഭഗവാന്റെ പാദങ്ങളാണ് എല്ലാത്തിൻ്റെ ആശ്രയം എന്നാണ്. സമാസേർ ഈ പല്ലവ പ്ലവം മഹാപദം യശോ മുരാരി ഭവാംപൂർ വത്സപദം പദം പദം വിപടം നതേഷ. അതിൽ പറയുന്നത്, അതായത് നമ്മള് ഭഗവാന്റെ പാദങ്ങളാണ് മഹാപദം എന്ന് പറയുന്നത്. മഹാപദം യശോ മുരാരി. ആ ഭഗവാന്റെ പാദങ്ങളിലെ എന്താണ് പല്ലവപ്ലവം, അദ്ദേഹത്തിന്റെ പാദങ്ങളെ പല്ലവപ്ലവം എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ഭൗതിക ലോകം എന്ന് പറയുന്നത് സാഗരം പോലെയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഗരത്തിൽ നമുക്കുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ പല്ലവപ്ലവമാണ്. ജലത്തിൽ നമുക്ക് ആശ്രയമായിട്ട് വരുന്നതാണ് തോണിയാണ്. അതാണ് പല്ലവപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ ഈ ഭൗതിക സാഗരത്തിൽ നിന്ന് കയറാനുള്ള ഏക അത്താണ് ഈ ഭഗവാന്റെ മഹാപദം യശോ മുരാരി. അതായത് മുരഹരി എന്ന ഭീമനെ കൊന്ന ആ മുരഹരി
ആ ഭീമനെ കൊന്ന ഭഗവാന്റെ ആ മഹാപദമാണ് നമുക്ക് ഈ ഭൗതിക സാഗരത്തിലെ ഏക അറ്റാണ്. കാരണം ഭൗതിക സാഗരം എന്ന് പറയുന്നത് എന്താണ്? പദം പദം വിപടം നതേഷ. ഭൗതിക ലോകത്തിൽ എപ്പോഴും ഓരോ സ്റ്റെപ്പിലും അപകടങ്ങൾ പതിയിരിക്കുന്ന ഈ ഭൗതിക ലോകത്തിൽ നമുക്കുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ മഹാപദമാണ്. ആ മഹാപദത്തെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ എന്താണ്? വത്സപദം, ഭവാംഭൂർ വത്സപദം. നമ്മള് ഈ സ്വാഗരത്തിൽ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ എപ്പോഴും ഓരോ സ്റ്റെപ്പിലും നമുക്ക് അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്ന ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മുടെ മഹാപ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് മഹാപ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യുകയാണെങ്കിൽ അതിന് തരണം ചെയ്യാനുള്ള മാർഗമായി നമ്മൾ ഭഗവാന്റെ ആ സാഗരത്തിൽ വരുന്ന തോണിയെ നമ്മൾ ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ മഹാപ്രശ്നങ്ങളും വളരെ ചെറിയ അതാണ് വത്സപദം. വത്സപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിന്റെ കിടാവിന്റെ കൊളുമ്പടിയായി വരുന്ന ജലത്തിന്റെ ആ തോതിൽ കുറയുമെന്നാണ് പറയുന്നത്. സാഗരം എത്രയോ ജലാശയമാണ് സാഗരം എന്ന് പറയുന്നത്. പക്ഷേ അത്രയും ആ സാഗരങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൗതിക ലോകത്തിലുള്ള മഹാപ്രശ്നങ്ങളെയൊക്കെ നമുക്ക് വളരെ ചുരുക്കാൻ കഴിയും. എങ്ങനെ? വത്സപദമായിട്ട്. ഒരു പശുവിന്റെ ജനിച്ചു വീഴുന്ന കുട്ടിയുടെ പാദം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, വത്സപദം എന്ന് പറയും. ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഭഗവാന്റെ മഹാപദത്തെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാഗരത്തിലുള്ള ആ തോണിയെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഭൗതിക ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അതാണ് ഭഗവാന്റെ മഹാപദത്തിന്റെ അല്ലെങ്കിൽ അതിനെ നമ്മൾ ആശ്രയിക്കുന്നതിന്റെ പ്രാധാന്യം. അപ്പൊ അതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതിനകത്ത് പ്രത്യേകിച്ച് പർപ്പട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഭഗവാന്റെ നമ്മൾ ആശ്രയിക്കുക, അത് നമ്മൾ ഇതെടുത്ത് പറയുന്ന കാര്യം അതാണ്. കാരണം എല്ലാം ഭഗവാനിലാണ് വിശ്രമിക്കുന്നത്. എല്ലാത്തിൻ്റെയും മൂലം ഭഗവാനാണ്. അഹം സർവസ്യ പ്രഭവോ മത്തം സർവം പ്രവർത്തത. എല്ലാവരും ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ ശാസ്ത്രങ്ങളും ഭഗവത്ഗീതയിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. 10.8 ഇതിൽ പറയുന്നുണ്ട്, അഹം സർവസ്യ പ്രഭവോ മത്തം സർവം പ്രവർത്തത. എല്ലാം എന്നിൽ നിന്നാണ്, അല്ലെ എവരിത്തിങ് ഈസ് എമിനേറ്റിംഗ് ഫ്രം മീ. ഇതി ഭൂത്വാ ഭജന്തേമ ഭൂതഭാവ സമിന്നത. ഈ സത്യം മനസ്സിലാക്കുന്ന ബുദ്ധിയുള്ള ആൾക്കാർ, ഇന്റലിജന്റ് പീപ്പിൾ, ഇന്റലിജന്റ് എന്ന് പറഞ്ഞാൽ ഭക്തന്മാര്, ഈ ജ്ഞാനം മനസ്സിലാക്കി ഭഗവാനെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ആൾക്കാർ, ഭൂതഭാവ സമിന്ന, അവരാണ് ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത്. കാരണം ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കാനുള്ള ഏക വ്യക്തി എന്ന് പറഞ്ഞ ഭഗവാൻ. അതാണ് അഹം സർവസ്യ പ്രഭു, എല്ലാം എന്നിൽ നിന്നാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനലിറ്റിക്കൽ സ്റ്റഡി മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം മൂലം, ഒറിജിനൽ ഏതാണ്? ഭഗവാനാണ്. അതിലാണ് എത്തിച്ചേരുന്നത്. അതാണ് പറഞ്ഞത് അഹം സർവസ്യ പ്രഭു. അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കുന്നതാണ്. ഇതി ഭൂത്വാ ഭജന്തേമ ഭൂതഭാവ സമന്വയ. ഇത് മനസ്സിലാകുന്ന ബുദ്ധിയുള്ള ആൾക്കാർ. ആരാണിത് മനസ്സിലാക്കുന്ന ആൾക്കാർ? ശാസ്ത്രങ്ങൾ വായിച്ച് ഇത് മനസ്സിലാക്കുന്ന ആരാണ്? ഭഗവാന്റെ ഭക്തന്മാരാണ് ഇത് മനസ്സിലാക്കുന്നത്. ഭഗവാൻ പറഞ്ഞ അവരാണ് ബുദ്ധിയുള്ള ആൾക്കാർ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന, അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ ആരാധിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നത്? ഈ സത്യം നമ്മൾ മനസ്സിലാക്കുന്ന ഭക്തന്മാർ, ഈ സുപ്രീം ട്രൂത്ത്. അതുകൊണ്ടാണ് പ്രഭുപാദ എപ്പോഴും പറയുന്നത്, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, സുപ്രീം ട്രൂത്ത് എന്ന് പ്രഭുപാദ എപ്പോഴും പറയുന്നതാണ്. ഇതിന് യാതൊരു മാറ്റവും ഇല്ല. ഈ സത്യത്തിന് 5000 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഇതിന് നോ ചേഞ്ച് അറ്റാൾ. കാര്യത്തിന് ഒരു ചേഞ്ചും ഇല്ല. നമ്മൾ എഴുതുന്ന കാര്യങ്ങളോ, നമ്മുടെ മനുഷ്യൻ സൃഷ്ടിക്കുന്ന
ഏത് കാര്യങ്ങളായാലും, ഏത് സൃഷ്ടിയായാലും ശരി, ജ്ഞാനമായാലും ശരി, അതർ ക്രിയേഷൻ ആയാലും ശരി, നോക്കാം അതിനൊക്കെ ഇതാണ്, അതിനൊക്കെ ഇംപെർഫെക്ഷൻ ഉണ്ട്, അതിനൊക്കെ ഇംപെർഫെക്ഷൻ ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ബേസിക് ആയിട്ടുള്ള 4 പോരായ്മകളുണ്ട്. നമ്മളാരും പൂർണ്ണരല്ല, നമ്മളെല്ലാം അണുവാണ്, നമ്മളെല്ലാം അണുവാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ വിഭുവാണ്. അപ്പൊ അതുകൊണ്ടാണ് അണു എന്ന നിലയിൽ എന്താണ് നമ്മൾ വിഭുവിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഭഗവാൻ വിഭുവാണ്, അൺലിമിറ്റഡ്. നമുക്കോ എല്ലാം ലിമിറ്റഡ് ആണ്. നമ്മുടെ എല്ലാ പ്രവൃത്തിയും ലിമിറ്റേഷനാണ്. അപ്പൊ ആ ഒരു സത്യം നമ്മൾ മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ അനാദി നമ്മൾ പറയുന്നത്, ടൈം ഇമ്മോറിയൽ, അത് മുതലേ നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നത്. കാരണം ഭഗവാൻ വിഭുവാണ്. അദ്ദേഹത്തെ നമ്മൾ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ എവിടെ നിന്നാലും നമ്മൾ അങ്ങനെയുള്ള വിഭുവിനെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാം പെർമനന്റ് ആണ്. അദ്ദേഹത്തിന്റെ ലോകം തന്നെ പെർമനന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തികൾ, അതാണ് പൂർണ്ണയുധം. പൂർണ്ണമുച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവിശിഷ്യതേ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രഭാത പല സ്ഥലത്തും പല റിപ്പോർട്ടിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഭഗവാൻ എന്താണ് വിഭു? അദ്ദേഹം എന്ത് പറയുന്നു അതെല്ലാം പെർഫെക്റ്റ് ആണ്. പൂർണ്ണ അങ്ങനെയുള്ള ആ പൂർണ്ണൻ ചെയ്യുന്ന എല്ലാം അദ്ദേഹത്തിന്റെ സൃഷ്ടിയും പൂർണ്ണമാണ്. വിൽ നോട്ട് ഫൈൻഡ് എനി മിസ്റ്റേക്ക്. ഭഗവാൻ, അതാണ് ആ സ്റ്റേറ്റ്മെന്റ്. പ്രഭാത് പല സ്ഥലങ്ങളിലും ഇത് കോട്ട് ചെയ്യാറ്. അതെന്താണ്? ഭഗവാൻ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, അതെല്ലാം പെർഫെക്റ്റ് ആണ്. ദർ ഈസ് നോ റീ എഡിഷൻ. നമ്മൾ എവിടെയും കേട്ടിട്ടില്ല ഭഗവത്ഗീത റീ എഡിഷൻ. നമ്മുടെ കുട്ടികൾ നമ്മൾ പഠിക്കുന്ന ഭൗതിക ജ്ഞാനം പോലെ എത്രയോ റീ എഡിഷൻ. ഇത് സൃഷ്ടിച്ച ആളിന് തന്നെ തോന്നുന്നു ഇതിന് എന്തോ കുറവുണ്ടെന്ന്, അയാൾ വീണ്ടും എഴുതുന്നു. എത്രയോ റീ എഡിഷൻസ് വരുന്നു ഒരേ സബ്ജക്റ്റിൽ. കാരണം എന്താണ്? നമ്മൾ എന്താണ്? വി ആർ ലിമിറ്റഡ്. നമ്മുടെ എല്ലാം, ബുദ്ധിയായാലും ശക്തിയായാലും ജ്ഞാനമായാലും എവറിത്തിങ് ഈസ് ലിമിറ്റഡ്. നമുക്ക് ഒരു പരിധി കഴിഞ്ഞ് നമുക്കതിനെ അങ്ങനെ ഓവർകം ചെയ്യാനുള്ള ശക്തി അണുവായിട്ടുള്ള നമുക്കില്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ അണുവായിട്ടുള്ള നമ്മൾ വിഭുവിനെ അതാണ് അതിൻ്റെ ആ റിലേഷൻഷിപ്പ് തന്നെ അതാണ്. നമ്മൾ ആൾവേസ് ഡിപ്പെൻഡ് ഓൺ ദി സുപ്രീം ലോർഡ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് എല്ലാത്തിനും നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിമിറ്റേഷനിൽ നമുക്ക് എന്ത് ശരിയാണ്, നമുക്കൊരു അതിനൊക്കെ ലിമിറ്റ്, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ പൂർണ്ണന്റെ കാരുണ്യം നമുക്ക് വേണം, മെർസി നമുക്ക് വേണം. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് സാധ്യമാകുന്നത്? അത് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഭഗവാനെ പറ്റി കൂടുതൽ അറിയുക, കേൾക്കുക, അദ്ദേഹത്തെ മഹിമകൾ നമ്മൾ വാഴ്ത്തുക, അതുപോലെ കൂടുതൽ നമ്മൾ ഭഗവത് സേവനങ്ങളൊക്കെ ചെയ്യുക. അതാണ് ഇതിനുള്ള പോം വഴി എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ പെർമനന്റ് സൊല്യൂഷൻ. ഇന്നത്തെ ഇതില് നിത്യാനന്ദ ബലരാമന്റെ മഹാത്മ്യത്തെ പറ്റിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതില് 86ാമത്തെ ശ്ലോകത്തില് പ്രകൃതി സംഗീത ഉഭയ സംബന്ധ തഥാപി പ്രകൃതി സംഗാനാകി സ്പർശഗന്ധ വർത്തനം. അപ്രകാരം ഭൗതിക പ്രകൃതിയുമായി അവിടുന്ന് 2 വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും
അവിടുന്ന് അതുമായി നേരിയ സ്പർശം പോലുമില്ല. ഭഗവാൻ ഭൗതിക പ്രകൃതിക്ക് വേണ്ടി രണ്ട് വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അവിടുന്ന് അതുമായി നേരിയ സ്പർശം പോലുമില്ല. നമുക്കറിയാം, ഭഗവാൻ ഭൗതിക ലോകം സൃഷ്ടിക്കുന്നെങ്കിൽ തന്നെയും ഭഗവാൻ അതിലല്ല നിലനിൽക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭഗവാൻ ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ നിർഗുണൻ അല്ലെങ്കിൽ എന്താണ് ത്രിഗുണങ്ങൾക്ക് അതീതൻ എന്നുള്ള രീതിയിൽ അത് നമ്മൾ ഭഗവാനെ നമ്മൾ ആ രീതിയിലൊക്കെ നമ്മൾ കാണും. അധോക്ഷജൻ എന്നുള്ള വാക്കിൻ്റെയൊക്കെ അർത്ഥം പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതൻ. ഭഗവാൻ സൃഷ്ടി നടത്തും. അപ്പൊ നമ്മളിത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജയിലില് ഇതിന്റെ പർപ്പറ്റിൽ പറയും, നമ്മളത് നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നില്ല നമ്മളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജയിൽ എന്തിനാണ്? തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് ജയിൽ. പക്ഷെ ജയിലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ജയിലിൽ കുറെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ജയിൽ സൂപ്രണ്ടുണ്ട്, ബാക്കിയുള്ള സ്റ്റാഫുകളുണ്ട്. പക്ഷെ അവര് ശിക്ഷകളൊന്നും അനുഭവിക്കുന്നില്ല. പക്ഷെ അവര് കൺട്രോൾ ചെയ്യുന്ന, ജയിൽ കൺട്രോൾ ചെയ്യുന്ന അവരാണ്. ജയിൽ സൂപ്രണ്ട് മറ്റുള്ള സ്റ്റാഫുകളുമാണ് അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ അവരൊന്നും ജയിലിന്റെ നിയമങ്ങൾക്ക് അതീതനല്ല. അവർക്ക് ജയിലിൽ പോയി കിടക്കണമെന്നോ അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന രീതിയിൽ അവർക്ക് വെളിയിലേക്ക് പോകാൻ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും അവർക്കില്ല. ഭഗവാനും അതുപോലെ തന്നെ. ഭഗവാൻ ഭൗതിക ലോകം സൃഷ്ടിക്കുന്ന എന്തിനാണ്? ബദ്ധരായിട്ടുള്ള ആത്മാക്കൾക്ക് വേണ്ടിയാണ്. ഈ സത്യം മനസ്സിലാക്കാതെ, ഭഗവാനെ മനസ്സിലാക്കാതെ സ്വന്തം ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഭഗവാൻ ടെമ്പററി ആയിട്ട് ഈ ഭൗതിക ലോകം സൃഷ്ടിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് ഭൗതിക സൃഷ്ടി? ഭഗവാൻ എന്തിനാണ് ഭൗതിക ലോകം സൃഷ്ടിച്ചത്? അത് ഈശ്വര വിസ്മരണയാൽ അല്ലെ മായാമോഹിതരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഭഗവാൻ ഈ ഭൗതിക ലോകം സൃഷ്ടിക്കുന്നത്. അതിന്റെ അർത്ഥം ഭഗവാൻ ഈ ഭൗതിക പ്രകൃതി നിയമങ്ങൾക്ക് വശംവദനായി ജീവിക്കണമെന്നല്ല. അതാ നമ്മൾ ഈ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ജയിൽ സൂപ്രണ്ട് ജയിൽ സൃഷ്ടി അയാള് ജയിലിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നെങ്കിൽ അയാള് ജയിലിലെ നിയമങ്ങൾക്കൊന്നും വശംവദനല്ല. ജയിൽ സൃഷ്ടിക്കുന്ന എന്തിനാ? അവിടെ തെറ്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ശിക്ഷ കൊടുക്കാനും അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ജയിലുണ്ടാക്കിയത്. അല്ലാതെ ജയിലിൽ സൂപ്രണ്ടും അവിടെ വരുന്നവരുടെ കൂടെ ജയിലിൽ കിടക്കണമെന്ന് അതൊന്നും അല്ല. അവർ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി സൃഷ്ടിച്ചാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഭൗതിക സൃഷ്ടി നടത്തുന്നത് ഭഗവാന്റെ സൃഷ്ടിയുടെ 4/3 ആധ്യാത്മിക സൃഷ്ടിയാണ്. ആദ്യം നമ്മൾ അത് മനസ്സിലാക്കുക. 3/4 ഭഗവാന്റെ സൃഷ്ടിയുടെ 4/3 ഭാഗവും ആധ്യാത്മിക സൃഷ്ടിയാണ്. ഈ ആധ്യാത്മിക സൃഷ്ടിയെ നമ്മൾ ത്രിപാദ വിഭൂതി എന്നാണ് പറയുന്നത്. ത്രിപാദ വിഭൂതി. അതില് 4/1 ഒരു ഭാഗം മാത്രമാണ് ഈ ഭൗതിക സൃഷ്ടി. അതിന് ഏകപാദ വിഭൂതി എന്നാണ് പറയുന്നത്. ആധ്യാത്മിക ലോകം ത്രിപാദ വിഭൂതി. ഭൗതിക ലോകത്തിന്റെ സൃഷ്ടി ഒരു പാദമാണ്, 4/1. 4 ആയിട്ട് വിധിച്ചാൽ ഒരു ഭാഗമാണ് ഭൗതിക സൃഷ്ടി. ഭഗവാന്റെ സൃഷ്ടി ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് ഏകപാദ വിഭൂതി എന്നാണ് പറയുന്നത്. അപ്പൊ ത്രിപാദ വിഭൂതി ആധ്യാത്മിക ലോകം, ഏകപാദ വിഭൂതി ഭൗതിക ലോകം. അപ്പൊ നോക്ക്, ഭൗതിക ലോകം ഒരു പോർഷൻ മാത്രമേ, ഭഗവാന്റെ സൃഷ്ടിയുടെ ആകെ സൃഷ്ടിയുടെ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ ഭൗതിക സൃഷ്ടി എന്ന് പറയുന്നത്. മെറ്റീരിയൽ ക്രിയേഷൻ എന്ന് പറഞ്ഞ ഭഗവാന്റെ ടോട്ടൽ ക്രിയേഷന്റെ 1/4 മാത്രമേ ഉള്ളൂ. റിമൈനിങ് 3/4 സ്പിരിച്വൽ ക്രിയേഷനാണ്. അതാണ് വൈകുണ്ഠ ലോകം എന്ന് പറയുന്നത്. അതിന്റെ വർണ്ണനയാണ് ബ്രഹ്മസമ്മതിയിൽ ബ്രഹ്മദേവൻ പറഞ്ഞത്. ചിന്താമണി പ്രകര സത്മസുകൽപവൃക്ഷ ദട്ടാവരേഷു സുരഭി അഭിപാലയം ലക്ഷ്മി സഹസ്ര
തത് സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അതുകൊണ്ടാണ് ആധ്യാത്മിക ലോകത്തിലെല്ലാം എന്താണ്, സെൽഫ് പൊട്ടന്റ് ആണ്, ചിന്താമണിയാണ്, സ്വയം പൂരിതമാണ്. അതാണ് അവിടെ സമയമില്ല. ദർ ഈസ് നോ ടൈം ഇൻ ആധ്യാത്മിക ലോകത്ത്. അതുകൊണ്ടാണ് ഭഗവാനും സമയത്തിന് എന്താണ്, ഏറ്റവും കാലത്തിന് ഇത് അതീതനാണ് അദ്ദേഹം പറയുന്നത്, ആധ്യാത്മിക ലോകം. അപ്പൊ അതുകൊണ്ടാണ് സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്നത്. സത്ത് ചിത്ത് ആനന്ദം, എറ്റേണൽ എക്സിസ്റ്റൻസ്, എറ്റേണൽ നോളജ്, എറ്റേണൽ ഹാപ്പിനെസ്. സോ ദാറ്റ് ഇസ് ദ നേച്ചർ ഓഫ് സ്പിരിച്വൽ ക്രിയേഷൻ. ആധ്യാത്മിക ലോകത്തിന്റെ ബേസിക് ആയിട്ടുള്ള നേച്ചറാണ് പെർമനന്റ് എക്സിസ്റ്റൻസ്, പെർമനന്റ് നോളജ്, പെർമനന്റ് ഹാപ്പിനെസ്. പക്ഷെ നമ്മൾ നേരെ അതിന് ഓപ്പോസിറ്റ് ആണ് മെറ്റീരിയൽ ക്രിയേഷൻ എന്നുള്ളത്. ഹിയർ എവറിത്തിങ് ഈസ് calculated by time. Even our lifetime also calculated by time. ഇവിടെയുള്ള എല്ലാ 84 ലക്ഷം ക്രിയേഷൻസും ടൈമുണ്ട്. ഒരു ഉറുമ്പിന്റെ സമയമല്ല ബ്രഹ്മദേവന്റെ സമയം. ഒരു ഉറുമ്പിന് എത്ര നേരം, കുറച്ച് നേരത്തെ കാണത്തുള്ളത്. അതിൻ്റെ ഒരു കൊതുകിന്റെ സമയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കും, നമ്മൾ അടിച്ച് കൊല്ലുന്ന ആ സമയമായിരിക്കും അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയും. പക്ഷെ ബ്രഹ്മദേവനോ 100 ദിവസമാണ്. 100 ദിവസം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ദിവസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പകലെന്ന് പറയുന്നത് 4 പ്രാവശ്യം, 4 യുഗങ്ങൾ 1000 പ്രാവശ്യം കറങ്ങി വരുന്നതാണ് ബ്രഹ്മദേവന്റെ ഒരു പകൽ. അതുപോലെ തന്നെ 4 യുഗങ്ങൾ 1000 പ്രാവശ്യം കറങ്ങി വരുന്നതാണ് ഒരു രാത്രി എന്ന് പറയുന്നത്. അപ്പൊ ഒരു പകലും ഒരു രാത്രിയും ചേരുന്നതാണ് ഒരു ദിവസം. അപ്പൊ അങ്ങനെയുള്ള 100 ദിവസമാണ് ബ്രഹ്മദേവന്റെ. പക്ഷെ ഒരു കൊതുകിന്റെയോ ഒരു എറുമ്പിന്റെയോ അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എത്രയാണ്? ലൈഫ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? അപ്പൊ അതാണ് മെറ്റീരിയൽ വേൾഡ്, എവറിത്തിങ് ഈസ് കാൽക്കുലേറ്റഡ് or influenced by time. അതുകൊണ്ടാണ് ജനറലി കലികാലത്തിൽ നമുക്ക് സമയം എത്രയാണ്? 100 വർഷം. സത്യയുഗത്തിൽ 1,00,000 വർഷം, ദ്വാപരയുഗത്തിൽ 10,000 വർഷം, ദ്വാപരയുഗത്തിൽ 1000 വർഷം, കലിയുഗത്തിൽ എന്താണ്? പ്രായേണ അല്പായുസു സഭ്യ കലോ ആസ്തിൻ യുഗേജന. മറ്റുള്ള യുഗങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കലിയുഗത്തിൽ എന്താണ്? അല്പായുസാണ്. 1,00,000 വർഷം ജീവിച്ചിരുന്ന സത്യയുഗത്തിലെ ആൾക്കാർ കലിയുഗത്തിൽ വന്നപ്പോൾ അല്പായുസായിട്ട് മാറി. 1,00,000 100 വർഷമായിട്ട് കുറഞ്ഞു. ആ 100 വർഷം തന്നെ ജീവിച്ചിരിക്കുന്നത് എത്ര പേരുണ്ട്? നമ്മൾ ആവറേജ് നോക്കുകയാണെങ്കിൽ, സെൻസസ് റിപ്പോർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 50-60 ഇതിനുള്ളിൽ മിക്കവാറും ആൾക്കാർ കലിയുഗത്തിൽ മരിച്ചു പോകുന്നു. ഇത് വീണ്ടും ആ ഡീഗ്രഡേഷൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പണ്ട് പറഞ്ഞുള്ള കാര്യം. ഇതൊക്കെ സത്യമായിട്ട് ഇന്നും നിലനിൽക്കും. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് പറഞ്ഞു അതെല്ലാം പെർഫെക്റ്റ് ആണ്. ശാസ്ത്രങ്ങളിൽ എന്താണ്? കാരണം ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവത് പ്രണീതം. ഭഗവാൻ എന്തൊക്കെ പറഞ്ഞു അതെല്ലാം ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ. ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ സാക്ഷാൽ ഭഗവത് പ്രണീതമാണ്. അപ്പൊ അതെല്ലാം, അതുകൊണ്ടാണ് ഭഗവാന്റെ എന്ത് ചെയ്താലും, എന്ത് പറഞ്ഞാലും, എന്ത് പ്രവർത്തിച്ചാലും അതെല്ലാം പൂർണ്ണമായിട്ട് നിൽക്കുന്നത്. പൂർണ്ണമതം പൂർണ്ണ ഇതം, പൂർണ്ണാർ പൂർണ്ണ ഉച്ചതേ, അത് പൂർണ്ണമായിട്ട് തന്നെ നിൽക്കുന്നു. പൂർണ്ണമേത അഭിശിഷ്യതേ. അങ്ങനെയുള്ള പൂർണ്ണൻ ഈ സൃഷ്ടികൾ നടത്തിയ ശേഷവും അദ്ദേഹം പൂർണ്ണനായിട്ട് തന്നെ നിൽക്കും. ഇത് പ്രഭുപാദ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞതുണ്ട്. ബ്രഹ്മസംഹിത ദീപാർച്ചനേന പറഞ്ഞ ഒരു ദീപത്തിൽ നിന്ന് നമ്മൾ
ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദീപം നമുക്ക് കത്തിക്കാൻ പറ്റും. പക്ഷെ ആദ്യത്തെ ആ ദീപത്തിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെയാണ് ഭഗവാന്റെ സൃഷ്ടി. ഇപ്പൊ നമ്മൾ ഈ രീതിയിൽ മനസ്സിലാക്കണം. ഭഗവാന്റെ സൃഷ്ടി നമുക്കൊന്നും അത് മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനുള്ള ശക്തിയില്ല. പക്ഷേ ആചാര്യന്മാർ നമുക്കത് വളരെ ലളിതമായിട്ട് പറഞ്ഞു തരും. ഭഗവാദ് പറയുന്നു, ഭഗവാന്റെ സൃഷ്ടി ഇതുപോലെയാണ്. നമ്മൾ ഒരു ദീപത്തിൽ നിന്ന് നമുക്ക് അനേകം ദീപങ്ങൾ കത്തിക്കാം. പക്ഷെ ആദ്യത്തെ ആ ദീപത്തിന് യാതൊരു മാറ്റവും ഇല്ലാതെ തുടർന്നു. അതിന് എന്തെങ്കിലും അതിന്റെ ശക്തിക്ക് കുറവ് വരുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ ആയിരക്കണക്കിന് ദീപം കത്തിച്ചാലും ആദ്യത്തെ ദീപത്തിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ട്. അതുപോലെയാണ് ഭഗവാന്റെ സൃഷ്ടി. അതാണ് പൂർണ്ണം എന്ന് പറയുന്നത്. ഭഗവാൻ എന്ത് ചെയ്യുന്നു, ഭഗവാൻ എന്ത് പ്രവർത്തിക്കുന്നു, അല്ലെ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം എന്താണ്? അതെല്ലാം ദിവ്യമാണ്. ഇതൊന്നും നമ്മുടെ ഓർഡിനറി സെൻസസ് അല്ലെങ്കിൽ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല. അപ്പൊ അതൊക്കെ നമ്മൾ എന്താണ് അതുകൊണ്ടാണ് സുഖദേവ ഗോസ്വാമി മഹാരാജ് പരിഷത്തിനോട് പറയുന്നത് എന്താണ്? ശ്രവണം, കീർത്തനം, ധ്യാനം, ഹരേ അത്ഭുത കർമ്മണേ. അപ്പൊ അതുകൊണ്ട് നീ സുഖദേവ ഗോസ്വാമി മഹാരാജ് പരിഷത്തിനോട് പറയും എന്താണ്? ശ്രവണം, കീർത്തനം, ധ്യാനം. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ പറ്റി നീ കോൺസ്റ്റന്റ്ലി ഹിയർ, ശ്രവണം, കീർത്തനം, കോൺസ്റ്റന്റ്ലി glorify or constantly chant his holy name, constantly meditate on him. ഹരേ അത്ഭുത കർമ്മനെ. ആരുടെയാണ്? ഭഗവാൻ ഹരിയുടെ അത്ഭുത കർമ്മങ്ങൾ. കോൺസ്റ്റന്റ്ലി ഹിയർ, കോൺസ്റ്റന്റ്ലി ചാന്റ്, കോൺസ്റ്റന്റ്ലി മെഡിറ്റേറ്റ്. കാരണം എന്താണ്? ജന്മ കർമ്മ ഗുണാനാംശ. അദ്ദേഹത്തിന്റെ ഓരോ അവതാരങ്ങളും ആ അവതാര പ്രവൃത്തികളും ജന്മ കർമ്മ ഗുണാനാംശ. His divine birth, the divine glorious activities, അഖില ചേഷ്ടിത തദർത്ഥേ അഖില ചേഷ്ടിത. ഭൗതിക ലോകത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഏതാണ്? കോൺസ്റ്റന്റ്ലി ഹിയർ അബൌട്ട് the glories of the Lord, constantly chant the holy name of the Lord, constantly meditate the glories of the form of the Lord. And also എന്താണ് പറയുന്നത്? ജന്മ കർമ്മ ഗുണാനാംശ. അതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞ ജന്മ കർമ്മച്ചമേ ദിവ്യം യോ വ്യക്തി തത്വത. അതാണ് ഭഗവത്ഗീതയിൽ വളരെ ലളിതമായിട്ട് പറയുന്നത്. ഈവൻ നമ്മൾ ഭഗവാന്റെ മറ്റുള്ള സർവീസുകളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും, ഈവൻ ദോ ഡൂയിങ് എനി ഡിവോഷണൽ സർവീസ്, പക്ഷേ എന്താണ്? ജന്മകർമ്മ, ഡിവൈൻ ബർത്ത് ആൻഡ് ഡിവൈൻ ആക്ടിവിറ്റീസ്, നമ്മൾ അത് ചെയ്താൽ തന്നെ എന്താണ്? മാമേ വൈശേഷ സംശയ. അർജുനോട് പറയുന്നത് എന്താണ്? അത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും അവരെന്നിലേക്ക് വരും, എൻ്റെ ആധ്യാത്മിക ലോകത്തിലേക്ക് വരുന്നുണ്ട്. ദർ ഈസ് നോ ഡൗട്ട് അറ്റ് ആൾ ഈ അർജുന. എന്തിനാണ് ഇത് പറയുന്നതല്ല? എന്തിനാണ് ഇതെല്ലാം പറയുന്നത്? അതാണ് ഇതിനകത്ത് പറയുന്നത് ഭഗവാൻ ബലരാമന്റെ മഹാത്മ്യം. ഗ്ലോറീസ് ഓഫ് ഗോഡ് ബലരാമ. ബല മീൻസ് ശക്തി. ബല മീൻസ് ശക്തി. ബലരാമൻ. അപ്പൊ അതാണ് ഭഗവാന്റെ ശക്തി. ഇങ്ങനെയാണ് അതിന്റെ ആവിർഭാവം. നമ്മൾ പറഞ്ഞ വിസ്തരണമാണ് അതിന്റെ. അത് ഭഗവാന്റെ ആദ്യത്തെ വിസ്തരണമാണ് ബലരാമൻ എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ സംഘർഷണം, അദ്ദേഹത്തിന് 1000 ശീർഷങ്ങളിൽ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് പോലും അദ്ദേഹത്തിന് പോലും അത് ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ ദോ ഈസ് നോട്ട് ഏബിൾ ടു ഗ്ലോറിഫൈ ദ ലോർഡ് വിത്ത് ഹിസ് thousands of mouth. So that is the beauty of glories of Supreme Personality of Godhead. So that is the first expansion of Supreme Personality of Godhead, that is Balarama. അപ്പൊ അതാണ് ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാന്റെ മഹത്വം, ഭഗവാൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടി ഇത് അദ്ദേഹം ചെയ്യുന്നെങ്കിൽ തന്നെ അദ്ദേഹം ഇതിലൊന്നും അല്ല നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞുകൊണ്ട് ജയിൽ സൂപ്രണ്ട് ഈസ് നോട്ട് ബൗണ്ട് ടു ഫോളോ ദ ജയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതുപോലെ ഭഗവാൻ ഭൗതിക സൃഷ്ടി നടത്തുന്നത് അദ്ദേഹത്തിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭൗതിക ലോകത്തിൽ, അതായത് ഈ ഈശ്വരനെ വിസ്മരണയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മളെപ്പോലെ പതിതരായിട്ടുള്ള ബദ്ധാത്മാക്കളെ ഒരവസരം കൊടുക്കുകയാണ്. ഈസ് ഗിവിങ് ആൻ എ ചാൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സുപ്രീമസി ഓഫ് ദി ലോർഡ്. So that is why creating this temporary world, temporary എന്താണ് യൂണിവേഴ്സ്. ഇറ്റ് ഈസ് ടെമ്പററി. ഭൗതിക ലോകം ഒരിക്കലും ശാശ്വതമല്ല. നമുക്ക് തന്നെ അറിയാം ഭൗതിക ലോകത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. എവറി ടൈം കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ്. അതാണ്, ഇത് ടെമ്പററിയാണ്. പക്ഷേ ആധ്യാത്മിക ലോകം അതല്ല. തസ്പാസേതോ സൂര്യോ ന ശശാങ്കോ ഗത്വാന നിവർത്തന്തി തത്താമ പരമം. അത് അതിൻ്റെ ഒരു വിവരണമാണ് 15-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് പറയുന്നത്? എൻ്റെ ആ ധാമത്തിന് സൂര്യന്മാരുടെയോ ചന്ദ്രന്മാരുടെയോ ആവശ്യകതയില്ല. തത്പാസേതോ സൂര്യോ ന ശശാങ്കോ. അവിടെ എൻ്റെ ഈ ആധ്യാത്മിക ലോകത്തിൽ സൂര്യന്റെയോ ചന്ദ്രന്മാരുടെയോ ഒന്നും ആവശ്യമില്ല. വൈദ്യുതിയുടെ ആവശ്യമില്ല, ഒന്നിന്റെ ആവശ്യമില്ല. യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം. ആ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും അവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വരില്ല. കാരണം അവിടെ എല്ലാം പെർഫെക്റ്റാണ്, ചിന്താമണിയാണ്. അവിടെ ഓരോ ജീവജാലങ്ങളും സെൽഫ് പൊട്ടൻ്റാണ്, ചിരഞ്ജീവികളാണ്. അതുകൊണ്ട് തന്നെ ടൈം ഇമ്മോറിയലാണ് എല്ലാം. അവിടെ സമയമൊന്നുമില്ല എന്ന് പറയുന്നത് അതുകൊണ്ട്. അതാണ് ആധ്യാത്മിക ലോകം. ഭൗതിക ലോകത്തിലാണ് ഇതെല്ലാം നമുക്ക് ബാധകമാകും. അതുകൊണ്ട് നമ്മുടെ സമയം വളരെ ലിമിറ്റഡ് ആണ്. ഇതൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊണ്ട് പരമോന്നതനായിട്ടുള്ള ഭഗവാന്റെ മഹാത്മ്യം മനസ്സിലാക്കി അദ്ദേഹത്തെ സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവിടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും നമ്മൾ ഈ ഭൗതിക ടെമ്പററി ആയിട്ടുള്ള ഭൗതിക ലോകത്തിലേക്ക് വരാൻ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ റീബർത്ത് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. എന്തിനാണ്, അല്ലെങ്കിൽ എന്തിനാണ് ഇതെല്ലാം പറയേണ്ട കാര്യം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ശരിക്കും നമ്മൾ അത് ഉൾക്കൊള്ളുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭഗവാൻ ഇതൊക്കെ സൃഷ്ടിച്ചത് ഭഗവാൻ എന്തിനു വേണ്ടിയാ? മയധ്യക്ഷേന പ്രകൃതിയും സൂയതേച്ച ചരാചരം തേനു നാനേന കൗന്ദേയ ജഗത് വിവരി പർപ്പത. എന്റെ അധ്യക്ഷതയിലാണ് ഇതെല്ലാം നടക്കുന്നത്, ബോത്ത് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ. ഐ ആം ദ സുപ്രീം കൺട്രോളർ. മയധ്യക്ഷേന പ്രകൃതി. Under my supervision is both material and spiritual going on. Creation, maintenance, annihilation, everything is going on. Especially material world, three things are going on: creation, maintenance, annihilation. But spiritual world, there is no this creation. It is permanent. പക്ഷെ ഭൗതിക ലോകത്തിലും ഭഗവാൻ ഇത് സൃഷ്ടിച്ചു. പക്ഷെ എന്താണ്, ഭഗവാൻ അതിൽ അല്ല നിൽക്കുന്നത്. ചെയ്തെങ്കിലും ഭഗവാൻ ഇതിലല്ല നൽകുന്നത്. പക്ഷെ ഭഗവാൻ ഇതെല്ലാം എന്താണ്
ഭഗവാൻ ഇതിലെല്ലാം കോർത്തിണക്കിയിരിക്കും. ഇതിൽ ഭഗവാൻ എന്താണ് സൂത്രേ മണിഗണ ഇവ. എല്ലാം സർവമിതം മയ സർവമിതം ബോധം സൂത്രേ മണിഗണ. ഒരു നൂലിൽ എല്ലാ മണികളെയും കോർത്ത് നടക്കുന്നത് പോലെ ഭഗവാൻ ഇതെല്ലാം ഇങ്ങനെ കോർത്തിണക്കിയിരിക്കുന്നു. അതാണ് ഭഗവാന്റെ സൃഷ്ടിയുടെ മഹത്വം എന്ന് പറയുന്നത്. അതാണ് ആധ്യാത്മിക ലോകത്തിൽ അവിടെ നിങ്ങൾക്ക് ശാശ്വതരായിട്ട് അവിടെ ഭഗവാനെ സേവിച്ച് അവിടെ ജീവിക്കാം. ഒരു പ്രശ്നങ്ങളോ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ഒരു കുണ്ടവും ഇല്ലാത്ത സ്ഥലം, ഒരു വറീടും ഇല്ലാത്ത സ്ഥലം, അതാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. ദർ ഈസ് നോ വറീഡ് അറ്റ് ആൾ, അതാണ് വൈകുണ്ഠം. ഭൗതിക ലോകത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. നമുക്കിവിടെ ഒരു നിമിഷം പോലും നമുക്ക് കുണ്ഠിതമില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ടെൻഷൻ ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റുന്നില്ല. അതാണ് അതിൻ്റെ എല്ലാം ജസ്റ്റ് റിഫ്ലക്ട് ഒരു എന്താണ് ഓപ്പോസിറ്റാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സത്യം നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്താണ് ആ സ്ഥലങ്ങളിൽ, അതാണ് ഇതെല്ലാം ഭഗവാന്റെ വിഭൂതികളാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. നച്ചാമസ്താനി ഭൂതാനി പശ്ചമേ യോഗം ഐശ്വര്യം. ഇതൊക്കെ ഭഗവാന്റെ ഐശ്വര്യമാണ്. ഇതെല്ലാം എന്താണ് ഭഗവാന്റെ യോഗ ഐശ്വര്യമാണ് ഇതൊക്കെ. എന്താണ് ഭൂത ഭിന്നച്ച ഭൂതസ്ഥോ മത്താവ ഭൂതപാവനക. സൃഷ്ടിജാലങ്ങളിലൊന്നും എന്നെ ഞാൻ സ്ഥിതി ചെയ്യുന്നില്ല. ഭഗവാൻ സൃഷ്ടി ചെയ്യുന്നു, പക്ഷേ അതിലൊന്നും ഞാൻ സ്ഥിതി ചെയ്യുന്നില്ല എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു. 9-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നു. ഞാനിത് സൃഷ്ടി ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ സൃഷ്ടിയിലല്ല എന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചപ്പോൾ അദ്ദേഹം ശ്രീകൃഷ്ണ രൂപത്തിൽ, സ്വാഭാവികത്തിൽ അദ്ദേഹം ഭഗവാനായിട്ട് സ്വയം വന്നതാണ്. ഏതേ അംശകലാപുംസ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. സ്വാഭാവികത്തിൽ അദ്ദേഹം ഭഗവാൻ സ്വയം അതേ രൂപത്തിൽ വന്നതാണ്. അദ്ദേഹം 125 വർഷം ഈ ഭൗതിക ലോകത്തിൽ ജീവിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു മാറ്റം ഉണ്ടായില്ല. അദ്ദേഹത്തിന് നമ്മൾ പറയും, സാധാരണ നമ്മളൊരു മനുഷ്യൻ ഭൗതിക ലോകത്തിൽ ജന്മം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം 6 ചേഞ്ചസ് ഉണ്ടാവും. ജനനം, വളരുന്നത്, ജനിക്കുന്നു, വളരുന്നു, പിന്നെ കുറെ നാൾ നമ്മൾ ചെറുപ്പക്കാരായിരിക്കുന്നു, യൗവനത്തിലിരിക്കുന്നു. അതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? നമ്മൾ വിവാഹിതരാകുന്നു, നമ്മുടെ വംശത്തെ സൃഷ്ടിക്കുന്നു. പിന്നെ അതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? നമുക്ക് ക്ഷയം സംഭവിക്കുന്നു, അല്ലേ? വാർദ്ധക്യം വരുന്നു, പിന്നെ നമ്മൾ മൃത്യു. ഇങ്ങനെയുള്ള 6 ചേഞ്ചസ് നമ്മൾ ഭൗതിക ലോകത്തിൽ എല്ലാവർക്കും ബാധകമാണ്. പക്ഷെ ഭഗവാൻ ഭൗതിക ലോകത്തിൽ 125 വർഷം അദ്ദേഹം ഇവിടെ നിന്നിട്ടും അദ്ദേഹത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? പുരുഷം നവയൗവനം ച. അയാൾ ഏത് രൂപത്തിൽ അദ്ദേഹം വന്നു അതേ രൂപത്തിൽ തന്നെയാണ്. അതാണ് ഭൗതിക പ്രകൃതിയിലെ ഒരു കാര്യങ്ങളും ഭഗവാനെ ബൈൻഡ് ചെയ്യുന്നില്ല. അതാണ് യോഗം ഐശ്വര്യം. ഇതാണ് ഭഗവാന്റെ യോഗ ഐശ്വര്യം എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളോടും അർജുനോടും ഒക്കെ പോകാൻ പറഞ്ഞത്. നോക്കെ, ത്രൈഗുണ്യ വിഷയവേദ നിസ്ത്രൈഗുണ്യ ഭവാർജുന. ത്രിഗുണങ്ങളാണ് പ്രശ്നങ്ങൾ. അതുകൊണ്ട് നിസ്ത്രൈഗുണ്യ ഭവാർജുന. അതുകൊണ്ട് നീ നിസ്ത്ര ഗുണങ്ങളെ അതിജീവിച്ച് അതീന്ദ്രിയ ഗുണത്തിലേക്ക് വരിക. കാരണം ഭഗവാൻ അതീന്ദ്രിയനാണ്. അങ്ങനെ ഇവിടെ അതീന്ദ്രിയൻ ഈ ഭൗതിക ലോകത്ത് വന്നാലും അദ്ദേഹം അതീന്ദ്രിയനായിട്ട് നൽകണം. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ത്രിഗുണങ്ങളെ അതിജീവിച്ച് നമ്മളും അതീന്ദ്രിയ ഗുണത്തിലേക്ക്, നമ്മളും ഭഗവാന്റെ ആ സ്ഥലത്തെ അതീന്ദ്രിയ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ പോകും.
നമ്മൾ ആ പ്യൂരിഫിക്കേഷൻ അതിനു വേണ്ടി തന്നെയാണ് നമ്മളെ എന്താണ് പ്യൂരിഫൈ ചെയ്യുന്നതിനുണ്ട്. നമ്മൾ ഈ ഭൗതിക ലോകം ഭഗവാൻ സൃഷ്ടിച്ച് ഇവിടെ വന്ന് നമ്മൾ നമ്മുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ എന്താണ് പ്യൂരിഫിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. നമ്മൾ വീണ്ടും പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഊർദ്ധം ഗച്ഛന്തി സത്വസ്ഥ, നമുക്ക് വീണ്ടും ആ മോഡിലേക്ക് പോകാൻ സാധിക്കും. അപ്പൊ അതാണ് അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭൗതിക ലോകം സൃഷ്ടിച്ചത്. പക്ഷെ സൃഷ്ടിച്ചെങ്കിലും അദ്ദേഹം ഇതിലൊന്നും ഞാൻ അഫക്റ്റ് അല്ല, അദോക്ഷജൻ. കാരണം അദ്ദേഹം അദോക്ഷജനാണ്. അദ്ദേഹത്തിന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തപസ്സ ഏവ പരം ജ്യോതി ഭഗവന്തം അദോക്ഷജൻ. അങ്ങനെയുള്ള ഭഗവാനെ, അദോക്ഷജനായിട്ടുള്ള പ്രതികളുടെ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനായിട്ടുള്ള അദോക്ഷജനായിട്ടുള്ള ഭഗവാനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ തപസ്സ ഏവ, തപശ്ചര്യ കൊണ്ട് മാത്രമേ അങ്ങനെയുള്ള വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതേ വ്യക്തി സർവ ഭൂതഗുഹാവാസം, സകല ചരാചരങ്ങളിലും ഉള്ളിൽ തന്നെ ഉണ്ട് അദ്ദേഹം. അതേ വ്യക്തി നോക്ക്, ഭഗവാൻ അതേ ശക്തി മഹാവിഷ്ണുവായ കാരണോദയ വിഷ്ണുവായും ഗർഭോദയ വിഷ്ണുവായും ക്ഷീരോദയ വിഷ്ണുവായും ലോകം സൃഷ്ടിച്ച് അതിനുള്ളിൽ ജീവജാലങ്ങളെ സൃഷ്ടിച്ച് ജീവജാലങ്ങളുടെ ഉള്ളിൽ പരമാത്മാവായി അതേ വ്യക്തി സർവഗുഹ ആജ്ഞസ്യ വിന്ദതേ പുമാൻ. നോക്ക്, അതേ വ്യക്തി പരമാത്മാ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കും. യോഗം ഐശ്വര്യം, ഇതാണ് ഭഗവാന്റെ യോഗത്തിന്റെ ഐശ്വര്യം, അല്ലെ എൻ്റെ ശക്തി. ഇത് നമ്മൾ വായിച്ചത്, നമ്മളിത് കേൾക്കുക. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിരിക്കും. ഇതൊക്കെ നമ്മൾ വായിച്ച് ഭഗവാന്റെ ആ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി. ഗ്ലോറീസ്. അപ്പൊ അതുകൊണ്ടാണ് സുഖദേവ സ്വാമി മഹാരാജ് പരീക്ഷിക്കുന്നത് പറഞ്ഞത്. അദ്ദേഹം അത് 7 ദിവസം നിരന്തരം ഇരുന്ന് കേട്ടു. മഹാരാജ് പരീക്ഷിത്ത് ഒറ്റ പ്രാവശ്യം ശ്രീമദ് ഭാഗവതം കേട്ടു, ഒരാളിൽ നിന്നേ കേട്ടുള്ളൂ. അദ്ദേഹത്തിന് ആ ശ്രീമദ് ഭാഗവതം കേട്ടത് എന്താണ്, ഒരു പെർഫെക്റ്റ് കേൾവി തന്നെയായിരുന്നു. 7ാമത്തെ ദിവസം എന്ത് സംഭവിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം. 7 ദിവസം അദ്ദേഹം ജലപാനം പോലും വിസ്മരിച്ചു. വിശപ്പ് ഓർക്കില്ല, ക്ഷീണം, ദാഹം ഒന്നും അദ്ദേഹം ഓർക്കും. അതായിരുന്നു മഹാരാജ് പരീക്ഷത്തിന്റെ ശ്രവണം. ശ്രവണത്തിൽ കൂടി മാത്രം അദ്ദേഹം തന്റെ ഭൗതിക ലോകത്തിൽ നിന്നും ആധ്യാത്മിക ലോകത്തിലേക്ക്, ഈവൻ ബ്രാഹ്മണ ശാപം ഉണ്ടായിട്ട് കൂടി, ശൃംഖി എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ ശാപം ഉണ്ടായിട്ട് കൂടി 7 ദിവസം നിരന്തരം ഭഗവാന്റെ ഗ്ലോറിയസ് ശ്രവിച്ചത് വഴി, അത് ആ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നവഭക്തിയിലെ ഒരു കാര്യം, ശ്രവണം, അത് ചെയ്താൽ മതി. അദ്ദേഹം ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു പോയി. 7 ദിവസം അത് കേട്ടോണ്ടിരുന്നപ്പോൾ അത് എല്ലാം നമ്മുടെ ഭൗതിക ലോകത്തിൽ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷമാണ് എന്താണ്, ഭക്ഷണം, ജലം, ഇതൊക്കെ അതെല്ലാം മറന്നു. അതാണ് ഭഗവാനുമായിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ ഭഗവാൻ അധ്യാത്മികതയിൽ നമ്മൾ ഫുള്ളി ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഭൗതിക ലോകത്തിലായാലും ഏതാണ് നമുക്ക് സ്പിരിച്വൽ എന്താണ് സ്പിരിച്വൽ എസ്റ്റസി എന്താണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉദാഹരണമാണ് മഹാരാജ് പരീക്ഷിത്. 7 ദിവസം അദ്ദേഹം ഭക്ഷണം ചോദിച്ചില്ല, ജലം ചോദിച്ചില്ല, ഒന്നും ചെയ്തില്ല.
സംപ്രശന്യ. ഭഗവാനെ പറ്റി അങ്ങോട്ട് ചോദിക്കുന്നു, ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുന്നു. ഒരാൾ പറയുന്നു, ഒരാൾ കേൾക്കുന്നു, രണ്ടുപേരും. സുഖദേവ ഗോസ്വാമി പറയുന്നു, കീർത്തിക്കുന്നു, മഹാരാജ് പരീക്ഷിത്ത് ശ്രവിക്കുന്നു. രണ്ടുപേരും ഈക്വലി ബോത്ത് ആർ എലിജിബിൾ ടു ഗോയിങ് ബാക്ക് ടു ഗോഡ്ഹെഡ്. അതാണ് സപ്താഹം. ദാറ്റ് ഈസ് കാൾഡ് സപ്താഹം. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നമ്മളിപ്പോൾ എത്രയോ ടെമ്പിൾസിൽ നമ്മൾ സപ്താഹം, എത്രയോ സപ്താഹങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം സംഭവിക്കുന്നുണ്ടോ? ഇതിപ്പം സംഭവിക്കുന്നുണ്ടോ? അപ്പം അതാണ് പറഞ്ഞത്, നമ്മളത് പൂർണ്ണ രൂപത്തിലുള്ള നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്കത് സാധ്യമാണ്. അപ്പം അതാണ് കലിയുഗത്തിൽ നമുക്കത് എന്താണ്, നമ്മുടെ ആ കലിയുടെ പ്രഭാവം കൂടി വരുന്നത് നമുക്ക് മനസ്സിനെ, നമ്മുടെ ആക്ടിവിറ്റീസ്, ഇതൊന്നും നമുക്കത് കൂടുതൽ ഇൻവോൾവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് സാധ്യമല്ല. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞത്. കാരണം കലിയുഗത്തിൽ മന്ദസുമന്ദമൊത്തയ മന്ദഭാഗ്യോ ഉപദ്രുതാഹ. നേരത്തെ പറഞ്ഞു പ്രായണാൽപായസു സഭ്യ കലോ വാസ്തന്യം. കലികാലത്തിൽ മറ്റുള്ള യുഗത്തെ അപേക്ഷിച്ച് നമ്മുടെ എല്ലാം ആയുസിന്റെ ബലം കുറവാണ്. പിന്നെന്താണ്? മന്ദസുമന്ദമൊത്തയ മന്ദഭാഗ്യ ഉപദ്രുതാഹ. നമ്മള് എന്താണ്, നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തികൾ ബുദ്ധിയില്ലാത്തവരാണ് നമ്മൾ, ബുദ്ധിശൂന്യരാണ് നമ്മൾ, തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, കബളിപ്പിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കബളിപ്പിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യേകത. നോക്കുന്നതെല്ലാം നമ്മൾ കാണുന്നില്ല. ഇപ്പൊ എത്രയോ ഇതിന്റെ ഫുൾ എക്സ്റ്റെന്റിൽ നമ്മുടെ മുമ്പിൽ ഇതല്ല നമ്മൾ ദിവസം കാണുന്നത്. മന്ദമത്തയ. നമ്മൾ ഓരോ നിമിഷവും നമ്മൾ കബളിപ്പിക്കപ്പെടുന്നു. ചീറ്റിങ്, നമ്മളെ ഓരോ നിമിഷം നമ്മൾ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താണ് ഏറ്റവും കഷ്ടമായിട്ടുള്ളത്? എന്താണ്? മന്ദഭാഗ്യ ഉപദ്രുതാഹ. മൈൻഡ് ഈസ് സോ ഡിസ്റ്റർബ്. മനസ്സിന് സ്വസ്ഥതയുള്ള എത്ര പേരുണ്ട്? ഇത് എത്രയോ 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിനെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ ആ കാര്യം പൂർണ്ണമതം പൂർണ്ണയുധം. ഭഗവാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിന് സ്വസ്ഥതയുള്ള എത്ര ആൾക്കാരുണ്ട്? മൈൻഡ് ഈസ് സോ ഡിസ്റ്റർബ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രയോ സത്യമാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ നിത്യാനന്ദ. അപ്പോൾ അദ്ദേഹം തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ഭഗവാന്റെ ഗ്ലോറീസ് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് പോലും തീരുന്നില്ല. വാട്ട് എൽസ്? അപ്പം അതൊന്നും നമ്മളെ പോലുള്ളവരുടെ കാര്യം പിന്നെ പറയാൻ. അപ്പം അതാണ് ഭഗവാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. വിധാനി അസംഖ്യാനി ബാലശാലിനഃ അനന്ത സംപ്രാമ്യ അസ്യ മായാമൂർത്തി സന്തഹി. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ ബലരാമന്റെ ശക്തി, അദ്ദേഹത്തിന്റെ മാഹാത്മ്യം എന്ന് പറയുന്നത് എന്താണ്? അനന്തനും അപരിമിതനും യോഗമായ ശക്തിയാൽ മനുഷ്യനെ പോലെ കാണപ്പെടുന്നതായ എന്താണ് അതിബലവാനായ ബലരാമ ഭഗവാന്റെ ഇത്തരം ലീലകൾ ഇനിയും അസംഖ്യമാണ്. ഭഗവാനെയല്ല നോക്കുന്നു. ത്രേതായുഗത്തിൽ ലക്ഷ്മണനായിട്ട് വന്നു, ദ്വാപരയുഗത്തിൽ സാക്ഷാൽ ബലരാമനായിട്ട് വന്നു, കലിയുഗത്തിൽ നിത്യാനന്ദ പ്രഭുവായിരുന്നു. ഈ ലീലകളൊക്കെ നോക്കി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ലീലകൾ എന്നാണ് പറയുന്നത് മാഹാത്മ്യം. അതാണ് ഈ നമ്മള്
യോ അനുസ്മരതേ, ഇത് നമ്മൾ എങ്ങനെ നമ്മൾ സ്മരിച്ചാൽ തന്നെ എന്താണ്? രാമസ്യ കർമ്മണ അത്ഭുത കർമ്മണ, ഈ ഭഗവാൻ നിത്യാനന്ദ പ്രഭുവിന്റെ ഈ അത്ഭുതമായിട്ടുള്ള പ്രവൃത്തികൾ, കർമ്മങ്ങൾ ശ്രവിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഓർമ്മിച്ചാൽ തന്നെ എന്താണ്? സായം പ്രാത അനന്തസ്യ, സായം പ്രാതം അനന്തസ്യ വിഷ്ണു സ ദീയതോ ഭവ. പറയുന്നത് നമ്മൾ ഭഗവാൻ ബലരാമന്റെ, അദ്ദേഹം സാക്ഷാൽ വിഷ്ണുവാണ്. ഇപ്പം നമ്മൾ രാവിലെയും വൈകിട്ടും സായം പ്രാതൽ ഗ്രഹൻ ഭക്തിയ, നമ്മൾ രാവിലെയും വൈകിട്ടും ഭക്തിയോടുകൂടി ശ്രവിച്ചാൽ തന്നെ എന്താണ്? നമ്മൾ അദ്ദേഹത്തിന്റെ പൂർണ്ണ അനുഗ്രഹത്തിന് പാത്രീഭവാകുമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ ലീലകൾ, ഭഗവാൻ ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെ ലീലകൾ നമ്മൾ ശ്രവിച്ചാൽ രാവിലെയും വൈകിട്ടും അതാണ് സായം പ്രാതൽ ഗ്രഹൺ ഭക്തിയ, ഇത് രാവിലെയും വൈകിട്ട് ശ്രവിച്ചാൽ തന്നെ എന്താണ്? എല്ലാവിധ ദുഃഖഗാമത് വിമുക്തത, എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളിലും മാറി നമുക്ക് അവിടെ അദ്ദേഹത്തിന്റെ പൂർണ്ണ അനുഗ്രഹത്തിന് പാത്രീഭവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ ശ്ലോകം സമയമായതുകൊണ്ടുകൂടെ ഇവിടെ സംവരിക്കാൻ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ശ്ലോകം 56 നമ്മൾ മരിച്ചത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരി പോലെ. ഹരേ കൃഷ്ണ. ഏത് ശ്ലോകം പ്രഭു? 86 വരെ എടുക്കാം. ഓക്കെ പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞങ്ങള് നാളെ അഹോബിലം പോവാണ്. എല്ലാ ഭക്തന്മാരും നന്നായിട്ട് പോയിട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ. ഹരി പോലെ. ഹരി പോലെ. ഹരി. ഭഗവാന്റെ അഹോബലം എന്ന് പറഞ്ഞാൽ അറിയാലോ, നരസിംഹമൂർത്തി 11 സ്ഥലങ്ങളിലാണ് പോകാൻ അവിടെ എന്നാണ് പറയുന്നത്. അത് വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും സേഫായിട്ട് അവിടെ ചെല്ലാനും നരസിംഹമൂർത്തിയുടെ പൂർണ്ണ അനുഗ്രഹത്തിന് പാത്രിക്കാനും വേണ്ടി ഭഗവാന്റെ തന്നെ നാമം ചൊല്ലുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സേഫായിട്ട് ജേണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ നാമം ചൊല്ലുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നാളെ തൊട്ട് ക്ലാസ് ഉണ്ടാവില്ലേ മാതാജി? ഉണ്ടാവും മാജി, ഉണ്ടാവും. ക്ലാസ്സിനൊന്നും മുടക്കമൊന്നുമില്ല മാജി. ഓക്കെ. 86 അല്ലേ പ്രഭു? 86 ലാസ്റ്റ് നമ്മൾ ഇനി 87 മുതലാണ്. ഓക്കെ പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഓൾ മാതാജി. പ്രഭു പ്രണാമം. ഹരി ബോൾ.